പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതേ UDF നേതാക്കൾ തൊണ്ട പൊട്ടി പ്രസംഗിച്ച് വിളിച്ചു പറഞ്ഞു, ഊരാളുങ്കൽ എന്നാൽ CPMന്റെ കള്ളപ്പണപ്പെട്ടിയാണ്, ഖജനാവ് കൊള്ളയടിക്കുന്ന മാഫിയയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംഭവിച്ചത് എന്താണ്? ആ കസേര ഒന്ന് മാറിയപ്പോൾ, അധികാരം കയ്യിൽ വന്നപ്പോൾ അതേ ഊരാളുങ്കലിന് UDF സർക്കാർ നൽകിയിരിക്കുന്നത് ഒരു തങ്കപ്പതക്കമാണ്, വിശുദ്ധ പദവിയാണ്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെയൊക്കെ ഈ നട്ടലിൻ്റെ സ്ഥാനത്ത് വല്ല വാഴപ്പിണ്ടിയുമാണോടോ ഇരിക്കുന്നത്? ലേശമെങ്കിലും ഉളുപ്പ്, ഇത്രയെങ്കിലും ഉളുപ്പ് എന്നൊരു സാധനം ബാക്കിയുണ്ടോ നിങ്ങൾക്ക്? നമുക്കൊന്ന് പുറകോട്ട് സഞ്ചരിക്കാം. അധികം ദൂരെയല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം വരെ. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും എല്ലാവരും അന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് തള്ളിയ ഊരാളുങ്കലിനെ കുറിച്ച് ഓർമ്മയില്ലേ? അന്ന് ഡയലോഗടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ശാസ്ത്രീയമായി ഗവേഷണം നടത്തിയാണ് കേരളത്തിൽ അഴിമതി നടത്തുന്നതെന്നും ആ അഴിമതി പണത്തിൻ്റെ പെട്ടിയിരിക്കുന്നത് ഊരാളുങ്കലാണെന്നുമായിരുന്നു ആരോപണം. പിണറായി വിജയൻ ഭരണത്തിൻ്റെ പ്രഭവകേന്ദ്രവും അവസാനവും എല്ലാം തന്നെ ഊരാളുങ്കലാണെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചവർ ഇന്ന് അതേ നിയമസഭയിലിരുന്ന് ഫയലുകൾ നോക്കി പറയുന്നു, ഊരാളുങ്കൽ ചെയ്തതിൽ ഒരു ക്രമക്കേടും ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല, അവരെപ്പോലൊരു പഞ്ചപാവം ലോകത്തില്ല എന്ന്. പൊതുമരാമത്ത് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിളിച്ചു പറഞ്ഞ കണക്കുകൾ കേട്ട് കേരളത്തിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് മന്ത്രി പറഞ്ഞത്? വിവിധ സർക്കാർ ഉത്തരവുകൾ പ്രകാരം ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെയും മുൻഗണന പ്രകാരവും പ്രവൃത്തികൾ നൽകാൻ നിയമപരമായ അവകാശമുണ്ടത്രേ. സഹകരണ വകുപ്പിൻ്റെ GOMS 131/97, PWD GOMS 193/24 എന്നിവയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി സഭയെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ള കരാറുകൾ കോട്ട് ചെയ്ത തുകയേക്കാൾ 10% കൂടി നിരക്കാണെങ്കിൽ പോലും ആ വർക്ക് ഊരാളുങ്കലിന് തന്നെ കൊടുക്കാമെന്ന്. അതുമാത്രമല്ല, സഹകരണ വകുപ്പിൻ്റെ GOMS 28/2008 പ്രകാരം എത്ര കോടിയുടെ വർക്കും ഇവർക്ക് ഏറ്റെടുക്കാം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെ വെറും പച്ചക്കള്ളമായിരുന്നു? നമ്മൾ വിഡ്ഢികളാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ നിങ്ങളൊക്കെ? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥകളായിരുന്നു അതൊക്കെ. ഇനി നമുക്കിതിൻ്റെ യഥാർത്ഥ കളികളിലേക്ക് പോകാം. കർട്ടന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചില സത്യങ്ങൾ പുറത്തെടുക്കണം. മന്ത്രിയുടെ കണക്കുകൾ പ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാത്രം ആകെ 165 പ്രവൃത്തികളാണുള്ളത്. ഇതിൽ റോഡ് വിഭാഗത്തിൽ 61 പ്രവൃത്തികളും 46 കിഫ്ബി പ്രവൃത്തികളുമാണ്. ഇവരുടെ കൈവശമുള്ള ഭൂരിഭാഗം വർക്കുകളും നടക്കുന്നത് എവിടെയാണെന്നറിയോ? CPMന്റെ കോട്ടയായ കോഴിക്കോട് ജില്ലയിൽ. പക്ഷേ ഇവിടെയാണ് സസ്പെൻസ് ഉള്ളത്. ഇതിൽ 40ഓളം വൻകിട പ്രവൃത്തികൾ ഇപ്പോൾ പൂർണ്ണമായും മന്ദഗതിയിലാണ്, അല്ലെങ്കിൽ നിലച്ചുപോയ അവസ്ഥയിൽ തന്നെയാണെന്നും പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? മുമ്പ് വടക്കൻ മലബാറിലെ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു സൊസൈറ്റി ആയിരുന്നു ഊരാളുങ്കൽ. അറിയാമല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ വാചാലയാകുന്നില്ല. എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇവരിപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ പ്രധാന വർക്കുകളും കുത്തകയാക്കി വെച്ചിരിക്കുക തന്നെയാണ്. ഒരേ സമയം ഇത്രയധികം വമ്പൻ പ്രൊജക്റ്റുകൾ ഏറ്റിയപ്പോൾ ഇവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാതായി. ഇത് ആദ്യം ഇവർ ദേശീയപാതയുടെ, അതായത് NHന്റെ വർക്കുകൾ വളരെ പെട്ടെന്ന് തീർത്ത് കേന്ദ്ര സർക്കാരിനെയും നിതിൻ ഗഡ്കരിയെയും ഒക്കെ കാണിച്ച് കയ്യടി വാങ്ങിയതാണ്. കേന്ദ്രത്തെ പ്രീതിപ്പെടുത്തി. എന്നാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ദിവസവും യാത്ര ചെയ്യുന്ന പ്രാദേശിക റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും അവസ്ഥ എന്താണ്? അതെല്ലാം പാതി വഴിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. മുമ്പ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ പ്രതീകമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആ ക്വാളിറ്റി കണ്ടിട്ടാണ് ആളുകൾ അവരുടെ പുറകെ പോയത്. എന്നാൽ ഇതിന് പിന്നിൽ മുഴുവൻ രാഷ്ട്രീയ കളിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് പണത്തിനോടുള്ള ആർത്തി മൂത്ത് എല്ലാ വർക്കുകളും വാരിക്കൂട്ടിയപ്പോൾ കാര്യങ്ങൾ അവരുടെ കൈവിട്ടുപോയി. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ജനകീയ പോരാളിയായ പുത്തമ്പുരയ്ക്ക് ഉന്നയിച്ച ആ പ്രസക്തമായ ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദാനി എങ്ങനെയോ അതുപോലെയാണ് കേരളത്തിൽ പിണറായി വിജയൻ ഊരാളുങ്കൽ എന്നായിരുന്നില്ലേ UDFകാർ അന്ന് പറഞ്ഞു നടന്നിരുന്നത്? അദാനിക്ക് ഇന്ത്യയിലെ പോർട്ടുകളും എയർപോർട്ടുകളും വെച്ച് നീട്ടുന്നത് പോലെ, അല്ലെങ്കിൽ വെച്ച് വിളമ്പുന്നത് പോലെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ഡയലോഗുകൾ നമ്മൾ മറന്നിട്ടില്ല. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിനെ നോക്കുകുത്തിയാക്കി സർക്കാർ കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണം മുഴുവൻ ഊരാളുങ്കലിന് കരാർ കൊടുക്കുകയാണെന്നാണ് നിങ്ങളെന്ന് ആരോപിച്ചത്. നിങ്ങളുടെ
ഓരോ വരികളും വിടാതെ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. നിങ്ങൾ വിളിച്ചു പോകുമ്പോൾ ഒന്ന് ഓർക്കണം, അന്ന് നിങ്ങൾ പറഞ്ഞത് ഈ സർക്കാർ കെട്ടിടങ്ങൾ പണിയുന്നതിന് നിശ്ചിത ശതമാനം കമ്മീഷൻ പിണറായി വിജയന്റെ പെട്ടിയിലേക്ക് പോകുന്നു എന്നാണ്. അതുപോലെ തന്നെ പാർട്ടി ഓഫീസാണ് ഊരാളുങ്കലെന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇന്ന് അതേ നിയമസഭയിൽ വന്ന് ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്ന് പിണറായിക്ക് കിട്ടിയ അതേ കമ്മീഷൻ പെട്ടി ഇപ്പോൾ UDF ഭരണാധികാരികളുടെയും മന്ത്രിമാരുടെയും വീട്ടിലും എത്തിയെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ടല്ലേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കണ്ട കള്ളപ്പണപ്പെട്ടി ഇപ്പൊ ഭരണത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വിശുദ്ധമായി തോന്നിയത്? ചോദ്യങ്ങൾ അവിടെയും തീരുന്നില്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു ഡീൽ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നവരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? പൊതുമരാമത്ത് മന്ത്രിയോടോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനാണോ, അതോ മുസ്ലിം ലീഗിനാണോ, കോൺഗ്രസിനാണോ, അതോ ഈ UDF മുന്നണിക്ക് ആകപ്പാടെയാണോ ഊരാളുങ്കൽ ഇപ്പോൾ വായടപ്പിനുള്ള പണം നൽകിയിരിക്കുന്നത്? സത്യം പറയട്ടെ, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ രണ്ടു കൂട്ടരും UDF LDF ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണ്. നിങ്ങൾ വിശേഷിപ്പിച്ച ആ സ്ഥാപനത്തിന് ഇപ്പോൾ ഈ വിശുദ്ധ പദവി നൽകാൻ എത്ര കോടിയുടെ ഡീലാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്നത്? ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുക, സുഖിക്കുക. ഒരു ജനതയെ ആകെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഇത്തരം രാഷ്ട്രീയ പാപ്പരത്വം മലയാളിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആര് വന്നാലും പോയാലും ഇത് തന്നെ അവസ്ഥ. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി എന്ത് കള്ളവും എന്ത് വേണമെങ്കിലും സത്യമാണെങ്കിലും വിളിച്ചു പറയും. എന്നിട്ട് ഭരണത്തിൽ വരുമ്പോൾ അതൊക്കെ മറക്കും. അഴിമതിയുടെ ഗുണഭോക്താക്കളായി എല്ലാവരും മാറും. ടെൻഡർ ആനുകൂല്യങ്ങളും 10% അധിക നിരക്കും ഗ്യാരണ്ടി ഇളവുകളുടെ അടക്കം ഊരാളുങ്കലിന് നൽകിയിരിക്കുന്ന പ്രിവിലേജുകൾ നിയമവിരുദ്ധമാണെന്ന് അന്ന് തൊണ്ട പൊട്ടി വാദിച്ചവർ തന്നെ ഇന്ന് അതേ നിയമങ്ങളൊക്കെ കാട്ടി അതിനെ ന്യായീകരിക്കുകയാണ്. ഇതൊരു തരം ഇരട്ടത്താപ്പാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന മഹാവഞ്ചനയാണ്. നിങ്ങളുടെ ഈ നിലപാട് മാറ്റം കൊണ്ട് നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത് നിങ്ങളെ വോട്ട് ചെയ്ത്, നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് നിങ്ങളെ ആ കസേരയിൽ കൊണ്ടിരുത്തിയ വോട്ടർമാരോട് തന്നെയാണ്. പിണറായി സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ആ യുദ്ധത്തിൽ നിങ്ങളുടെ കൂടെ അണിനിരന്ന അണികളെയാണ് നിങ്ങളിപ്പോൾ പിന്നിൽ നിന്നും കുത്തിയത്. ഇനി അങ്ങനെ ഒരു അവിശുദ്ധ ഡീലും ഇവിടെ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഊരാളുങ്കൽ സൊസൈറ്റി അഴിമതിയോ തട്ടിപ്പോ നടത്താത്ത വളരെ വിശുദ്ധമായ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ UDF തയ്യാറാകണം. മുമ്പ് അവരെക്കുറിച്ച് പറഞ്ഞ കള്ളങ്ങളും ആരോപണങ്ങൾക്കുമെല്ലാം ജനങ്ങളോടും ആ സ്ഥാപനത്തിനോടും പരസ്യമായി മാപ്പ് പറയാൻ നിങ്ങളുടെ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാകുമോ? അതോ വാഴപ്പിണ്ടി നട്ടലും ഒളിപ്പിച്ച് വെച്ച് കമ്മീഷൻ പണവും വാങ്ങി ഇനിയും ജനങ്ങളെ വിഡ്ഢികളാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? ഓർക്കുക, ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അധികകാലമൊന്നും നിങ്ങൾക്ക് ഈ കപട നാടകം തുടരാൻ സാധിക്കില്ല. ജനങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. എന്തു തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് കണ്ടിരിക്കുന്ന നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. അതായത് ഈ രണ്ട് മുന്നണികളെയും മടുത്തില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.